എൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് കുറച്ച് കണവ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇതിന് നമ്മൾ കൂന്തൽ എന്നാ പറയുക. ഇതിന് വേണ്ടി ഞാനൊരു 4 ഉള്ളി ചെറുതായി മുറിച്ചെടുത്തിട്ടുണ്ട്, ഒരു തക്കാളി മുറിച്ചെടുത്തിട്ടുണ്ട്. ഇതെങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം. ഇത് ഞാൻ ഗ്യാസ് കത്തിച്ച് അടുപ്പിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതിൽ നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇതിന് വെള്ളം വറ്റിച്ചെടുക്കണോ? ഇതിൽ വെള്ളമൊന്നും ചേർക്കണ്ട. ഇത് കഴുകിയെടുത്ത വെള്ളം തന്നെ ഉണ്ടാവും. ഇതൊന്ന് വറ്റി വരട്ടെ. റോസ്റ്റ് തയ്യാറാക്കാൻ വേണ്ടി ഞാനിവിടെ ദോശക്കല്ല വെച്ചിട്ടുണ്ട്. ഇത് ഞാൻ മീനെല്ലാം പൊരിക്കുന്ന ദോശക്കല്ലാണ്. അപ്പോൾ നമുക്ക് അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇരുമ്പിൻ്റെ ചീഞ്ചട്ടി എടുത്താലും മതി, പക്ഷേ ഇതിലാകുമ്പോൾ നല്ല വേഗം വഴണ്ടിട്ട് കിട്ടും. കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച സവാള, തക്കാളി അത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഞാൻ ചേർക്കുന്നത് നമ്മൾ ഗരം മസാല പൊടിച്ചതാണ്, അത് കുറച്ച് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക. പിന്നെ കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കുക. അത് നമ്മൾ എരിവ് നോക്കിയിട്ട് അതിനനുസരിച്ച് നമ്മൾക്ക് എല്ലാം ചേർത്ത് കൊടുക്കാം. പിന്നെ ചേർക്കുന്നത് മഞ്ഞൾപ്പൊടിയാണ്, കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. പിന്നെ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക. കുറച്ച് ചേർത്താൽ മതി, നമ്മൾ കൂന്തലിൽ ഉപ്പിട്ടിട്ടുണ്ട്. പിന്നെ ചേർക്കുന്നത് കുറച്ച് മല്ലിപ്പൊടിയാണ്, ഒരു 1/4 ടീസ്പൂൺ മല്ലിപ്പൊടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇത്ര മതി. ഇത്രയും ചേർത്ത് നമുക്ക് നല്ലോണം ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം നമുക്ക്. ഇനി ഇത് നല്ലോണം ഒന്ന് വഴണ്ടി വരട്ടെ. അപ്പോഴേക്കും നമ്മൾ കൂന്തൽ വെള്ളം വറ്റിക്കാൻ വെച്ചിട്ടുണ്ട്. ഇതും ഒന്ന് വറ്റി വരട്ടെ. ഉള്ളി നല്ലോണം വഴണ്ടി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കൂന്തൽ ചേർത്ത് കൊടുക്കാം. അങ്ങനെ കൂന്തൽ ചേർത്തിട്ടുണ്ട്. ഇതിന് നല്ലോണം ഒന്ന് വെള്ളമെല്ലാം വറ്റി വരട്ടെ. അങ്ങനെ നമ്മൾ റോസ്റ്റ് നോക്കാം. നല്ല വരണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മല്ലിയില ചേർത്ത് കൊടുക്കുക. കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കുക. കുറച്ച് വെളിച്ചെണ്ണ നനച്ച് കൊടുക്കുക. അങ്ങനെ നല്ല അടിപൊളി റോസ്റ്റാണ്. ഇതേപോലെ ഒന്ന് എല്ലാവരും ഉണ്ടാക്കി നോക്കുക. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.